ഇന്ത്യയിൽ ആദ്യമായി വിമാനങ്ങളിൽ സൗജന്യ വൈഫൈ സംവിധാനം ഏർപ്പെടുത്തിയ എയർലൈൻസാണ് എയർ ഇന്ത്യ. ഇന്ത്യയിൽ ആദ്യമായി വിമാനങ്ങളിൽ സൗജന്യ വൈഫൈ സംവിധാനം ഏർപ്പെടുത്തിയ എയർലൈൻസ് എയർ ഇന്ത്യ. 70 വയസ്സ് കഴിഞ്ഞവർക്കായി രാജ്യത്ത് നടപ്പാക്കിയ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് വയോവന്ദന. 70 വയസ്സ് കഴിഞ്ഞവർക്കായി രാജ്യത്ത് നടപ്പാക്കിയ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി വയോവന്ദന. ഏത് നേതാവിൻ്റെ 150ാം ജന്മവാർഷികത്തിൽ ഉദ്ഘാടനം ചെയ്തതാണ് പഞ്ചായത്ത് സേ പാർലമെൻറ്റ് 2.0? ബിർസ മുണ്ട. ബിർസ മുണ്ട നേതാവിൻ്റെ 150ാം ജന്മവാർഷികത്തിൽ ഉദ്ഘാടനം ചെയ്തതാണ് പഞ്ചായത്ത് സേ പാർലമെൻറ്റ് 2.0. പ്രഥമ ഖോ ലോകകപ്പ് മത്സരങ്ങൾ നടന്നത് ന്യൂഡൽഹിയിലാണ്. ന്യൂഡൽഹിയിലാണ് പ്രഥമ ഖോ ലോകകപ്പ് മത്സരം നടന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ നാടോടി ഗ്രാമം യാക്ടൻ സിക്കിമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ നാടോടി ഗ്രാമം ഏതാണ്? യാക്ടൻ സിക്കിം. പ്രഥമ ഖേലോ ഇന്ത്യ വാട്ടർ സ്പോർട്സ് ഫെസ്റ്റിവൽ നടന്ന തടാകം ഏതാണ്? ദാൽ തടാകം, ജമ്മു കാശ്മീർ. പ്രഥമ ഖേലോ ഇന്ത്യ വാട്ടർ സ്പോർട്സ് ഫെസ്റ്റിവൽ നടന്ന തടാകം ദാൽ തടാകം, ജമ്മു കാശ്മീർ. ഏത് കായിക രംഗത്തെ കളിക്കാരുടെ കായികക്ഷമത പരിശോധിക്കാനായി പുതുതായി അവതരിപ്പിച്ചതാണ് ബ്രോങ്കോ ടെസ്റ്റ്? ക്രിക്കറ്റ്. അപ്പോൾ ഏത് കായിക രംഗത്തെ കളിക്കാരുടെ കായികക്ഷമത പരിശോധിക്കാനായി പുതുതായി അവതരിപ്പിച്ചതാണ് ബ്രോങ്കോ ടെസ്റ്റ്? ക്രിക്കറ്റ് കളിക്കാരുടെ. ട്രൈബൽ ജീനോ സ്കീൻസിംഗ് നടത്തുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? ഗുജറാത്ത്. ട്രൈബൽ ജീനോ സ്കീൻസിംഗ് നടത്തുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഗുജറാത്ത്. ആൻറ്റിട്രോൺ നിരീക്ഷണ സംവിധാനം ഏർപ്പെടുത്തുന്ന ഇന്ത്യയിലെ ആദ്യത്തെ തുറമുഖം ദീൻ ദയാൽ തുറമുഖം. ആൻറ്റിട്രോൺ നിരീക്ഷണ സംവിധാനം ഏർപ്പെടുത്തുന്ന ഇന്ത്യയിലെ ആദ്യത്തെ തുറമുഖം ഏതാണ്? ദീൻ ദയാൽ തുറമുഖം. ഇന്ത്യയുടെ ടൈഗർമാൻ എന്നറിയപ്പെടുന്ന പരിസ്ഥിതി പ്രവർത്തകൻ ആരാണ്? വാൽമീകി താപ്പറാണ്. ഇന്ത്യയുടെ ടൈഗർമാൻ എന്നറിയപ്പെടുന്ന പരിസ്ഥിതി പ്രവർത്തകനാണ് വാൽമീകി താപ്പർ. കാഴ്ചപരിമിതരുടെ പ്രഥമ വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പ് നേടിയത് ഇന്ത്യയാണ്. കാഴ്ചപരിമിതരുടെ പ്രഥമ വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പ് നേടിയത് ഇന്ത്യയാണ്. സംസ്ഥാനത്തെ ട്രെയിനുകളിൽ യാത്ര ചെയ്യുന്ന സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പാക്കാനായി റെയിൽവേ പോലീസ് ആരംഭിച്ച ദൗത്യമാണ് ഓപ്പറേഷൻ രക്ഷിത. സംസ്ഥാനത്തെ ട്രെയിനുകളിൽ യാത്ര ചെയ്യുന്ന സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പാക്കാനായി റെയിൽവേ പോലീസ് ആരംഭിച്ച ദൗത്യമാണ് ഓപ്പറേഷൻ രക്ഷിത. ഇലോൺ മസ്ക് ആരംഭിച്ച രാഷ്ട്രീയ പാർട്ടി ഏതാണ്? ദി അമേരിക്കൻ പാർട്ടി. ദ അമേരിക്കൻ പാർട്ടി സ്ഥാപിച്ചതാരാണ്? ഇലോൺ മസ്ക്. ധരം സിംഗ് ഡിയോൾ പ്രസിദ്ധനായത് ഏത് പേരിലാണ്? ധർമ്മേന്ദ്ര. ധരം സിംഗ് ഡിയോൾ പ്രസിദ്ധനായത് ധർമ്മേന്ദ്ര എന്ന പേരിലാണ്. ലോകത്തിലെ ആദ്യത്തെ ക്യാഷ്ലെസ് സൊസൈറ്റിയായി മാറിയ രാജ്യം ഏതാണ്? സ്വീഡൻ. ലോകത്തിലെ ആദ്യത്തെ ക്യാഷ്ലെസ് സൊസൈറ്റിയായി മാറിയ രാജ്യം സ്വീഡൻ. മഹാകുംഭ എന്ന പേരിൽ പുതിയ ജില്ല രൂപം കൊണ്ട സംസ്ഥാനം ഉത്തർപ്രദേശ്. മഹാകുംഭ എന്ന പേരിൽ പുതിയ ജില്ല രൂപം കൊണ്ട സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശാണ്. രാത്രികാലങ്ങളിൽ സ്ത്രീകൾക്ക് സുരക്ഷിതമായി സഞ്ചരിക്കാൻ കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയാണ് നിർഭയ നിശ. രാത്രികാലങ്ങളിൽ സ്ത്രീകൾക്ക് സുരക്ഷിതമായി സഞ്ചരിക്കാൻ കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയാണ് നിർഭയ നിശ. 64ാമത് സ്കൂൾ കലോത്സവത്തിൽ ഏറ്റവും അധികം പോയിന്റുകൾ നേടിയ ജില്ല കണ്ണൂർ ജില്ലയാണ്. 64ാമത് സ്കൂൾ കലോത്സവം നടന്നത് എവിടെ, ഏത് ജില്ലയിൽ വെച്ചാണെന്ന് ചോദിച്ചാൽ അത് തൃശ്ശൂർ ജില്ലയിൽ വെച്ചാണ്. ഏറ്റവും കൂടുതൽ പോയിന്റുകൾ നേടിയ ജില്ല ചോദിച്ചാൽ കണ്ണൂർ ജില്ലയുമാണ്. 2025 ഡിസംബറിൽ നടന്ന കേരളത്തിൻ്റെ 30ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ ഉദ്ഘാടനം ചെയ്ത ചിത്രം ഏതാണ്? പലസ്തീൻ 36 ആണ്. പലസ്തീൻ 36 ആണ് 2025 ഡിസംബറിൽ നടന്ന കേരളത്തിൻ്റെ 30ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ ഉദ്ഘാടനം ചെയ്ത ചിത്രം. രാജ്യത്ത് ആദ്യമായി വയോജനങ്ങൾക്കായി കമ്മീഷൻ രൂപവത്കരിച്ച സംസ്ഥാനം കേരളം. രാജ്യത്ത് ആദ്യമായി വയോജനങ്ങൾക്കായി കമ്മീഷൻ രൂപവത്കരിച്ച സംസ്ഥാനമാണ് കേരളം. വയോജന കമ്മീഷൻ ചെയർപേഴ്സൺ അംഗങ്ങൾ എന്നിവരുടെ ഔദ്യോഗിക കാലാവധി 3 വർഷമാണ്. വയോജന കമ്മീഷൻ ചെയർപേഴ്സൺ അംഗങ്ങൾ എന്നിവരുടെ ഔദ്യോഗിക കാലാവധി എത്ര വർഷമാണ്? സംസ്ഥാന വയോജന കമ്മീഷന്റെ ആദ്യത്തെ ചെയർപേഴ്സണായി നിയമിതനായത് കെ സോമപ്രസാദ്. കെ സോമപ്രസാദാണ് സംസ്ഥാന വയോജന കമ്മീഷന്റെ ആദ്യത്തെ ചെയർപേഴ്സണായി നിയമിതനായത്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമാണ് കേരളം. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമാണ് കേരളം. കേരളത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സംസ്ഥാനമാക്കി മാറ്റാൻ ഉദ്ദേശിച്ച് നടപ്പിലാക്കിയ പദ്ധതിയാണ് ഡിജി കേരളം. കേരളത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സംസ്ഥാനമാക്കി മാറ്റാൻ ഉദ്ദേശിച്ച് നടപ്പിലാക്കിയ പദ്ധതിയാണ് ഡിജി കേരളം. സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പദ്ധതിക്ക് തുടക്കം കുറിച്ച കേരളത്തിലെ ഗ്രാമപഞ്ചായത്താണ് പുല്ലമ്പാറ. സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പദ്ധതിക്ക് തുടക്കം കുറിച്ച കേരളത്തിലെ പഞ്ചായത്താണ് പുല്ലമ്പാറ. ഹരിത കേരള മിഷന്റെ ജനകീയ വൃക്ഷവൽക്കരണ ക്യാമ്പയിനാണ് ഒരു തൈ നടാം. ഹരിത കേരള മിഷന്റെ ജനകീയ വൃക്ഷവൽക്കരണ ക്യാമ്പയിൻ ഏതാണ്? ഒരു തൈ നടാം. സംസ്ഥാന വയോജന കമ്മീഷന്റെ ആദ്യത്തെ ചെയർപേഴ്സണായി നിയമിതനായത് കെ സോമപ്രസാദ്. കെ സോമപ്രസാദാണ് സംസ്ഥാന വയോജന കമ്മീഷന്റെ ആദ്യത്തെ ചെയർപേഴ്സണായി നിയമിതനായത്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമാണ് കേരളം. ഇന്ത്യയിലെ ആദ്യത്തെ
ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമാണ് കേരളം. കേരളത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സംസ്ഥാനമാക്കി മാറ്റാൻ ഉദ്ദേശിച്ച് നടപ്പിലാക്കിയ പദ്ധതിയാണ് ഡിജി കേരളം. കേരളത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സംസ്ഥാനമാക്കി മാറ്റാൻ ഉദ്ദേശിച്ച് നടപ്പിലാക്കിയ പദ്ധതിയാണ് ഡിജി കേരളം. സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പദ്ധതിക്ക് തുടക്കം കുറിച്ച കേരളത്തിലെ ഗ്രാമപഞ്ചായത്താണ് പുല്ലമ്പാറ. സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പദ്ധതിക്ക് തുടക്കം കുറിച്ച കേരളത്തിലെ പഞ്ചായത്താണ് പുല്ലമ്പാറ. ഹരിത കേരള മിഷന്റെ ജനകീയ വൃക്ഷവൽക്കരണ ക്യാമ്പയിനാണ് ഒരു തൈ നടാം. ഹരിത കേരള മിഷന്റെ ജനകീയ വൃക്ഷവൽക്കരണ ക്യാമ്പയിൻ ഏതാണ്? ഒരു തൈ നടാം.